ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. സോ അപ്പോൾ ഇന്ന് എൻ്റെ SBI PO പ്രിലിംസ് ആയിരുന്നു ആൻഡ് എനിക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എക്സാം ഉണ്ടായിരുന്നവരൊക്കെ അവരുടെ അറ്റംപ്റ്റ്സും അതുപോലെ തന്നെ എക്സാം എക്സ്പീരിയൻസും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഓരോരുത്തർക്കും അറിയാം എത്രയൊക്കെ അറ്റംപ്റ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഓവറോൾ എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷൻ വൈസ് ഞാൻ പറയാം. ആൻഡ് എക്സാമിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ക്വാൺസ്, റീസണിങ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അതിൽ ഇംഗ്ലീഷിൽ അത്യാവശ്യം എന്താണ് ഒത്തിരി ഡിഫിക്കൽട്ടാണോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്നാൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ RC ഉണ്ടായിരുന്നു, ദെൻ വൊക്കാബിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഫില്ലേഴ്സ് ഉണ്ടായിരുന്നു, പാരാജമ്പിൾ ഉണ്ടായിരുന്നു, എറർ ഡിറ്റക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ക്ലോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, വേർഡ് സ്വാപ്പ് ഉണ്ടായിരുന്നു. ദെൻ എനിക്കിപ്പോൾ പാരാജമ്പിൾ ചെയ്തതിൽ ചെറിയൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് സാധാരണ ഞാൻ പാരാജമ്പിൾസ് പൊതുവേ ഫസ്റ്റും അതുപോലെ തന്നെ ലാസ്റ്റും ആയിരിക്കും അത്ര ഷുവറായിട്ടുള്ളതായിരിക്കുന്നത്. സോ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇതിൽ എനിക്ക് കുറച്ച് ടൈം ആദ്യം തന്നെ എനിക്ക് കുറച്ചൊന്ന് മൈൻഡ്, അതായത് ഈ നമ്മളുടെ സ്ക്രീൻ കിടന്നിങ്ങനെ ബൗൺസ് ചെയ്യുമല്ലോ ഓരോ ടൈമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ. സോ അങ്ങനെ വന്നപ്പോൾ കുറച്ചൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. അങ്ങനെ കുറച്ച് ടൈം എനിക്ക് കുറച്ച് നേരം സ്റ്റക്കായി, അങ്ങനെ കുറച്ച് ടൈം എൻ്റെ പോയിരുന്നു. സോ ഇംഗ്ലീഷിൽ എപ്പോഴും ചെയ്യുന്ന ആ ഒരു സ്പീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ലാസ്റ്റ് വന്നാണ് പാരാജമ്പിൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹറിബറി ആയിരുന്നു. സോ എനിക്ക് തെറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. DACBFE എന്നൊക്കെയാണ് ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നത് കണ്ടത്. ബട്ട് എനിക്ക് വന്നത് DFCABE അങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പാരാജമ്പിളിൽ എനിക്കൊരു 2 to 3 എറേഴ്സ്, അതായത് നെഗറ്റീവ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ എറേഴ്സിലോട്ട് വരുവാണെങ്കിൽ എറേഴ്സൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ എറർ മനസ്സിലാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ വേർഡ് സ്വാപ്പ് ഒക്കെ ആണെങ്കിലും നമ്മൾ എന്താണ് ഓപ്ഷൻ എലിമിനേഷൻ വഴിയാണ് ഞാൻ ചെയ്യാറുള്ളത്. സോ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ നമ്മളുടെ RCയിൽ ഈ ഒരു സിംഗിങ്, ഡെഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ഫീച്ചറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു വേർഡ് ഉണ്ടായിരുന്നു, എസെൻസ്. അതിൻ്റെ സിനോണിം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗിഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് റോങ് ആണെന്ന് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് എനിക്ക് വന്നിട്ടുണ്ട്. ടോട്ടൽ ഞാൻ ഇംഗ്ലീഷിൽ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് 38 ആയിരുന്നു ഔട്ട് ഓഫ് 40. അതിൽ തന്നെ ഒരു 3 to 4 നെഗറ്റീവ്സ് എനിക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇനി ബാക്കി എത്രയുണ്ടെന്ന് അറിയില്ല. ദെൻ കമ്മിങ് ടു ക്വാൺസ് ഒരു ഈസി ടു മോഡറേറ്റ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. റോങ് നമ്പേഴ്സ് ആയിരുന്നു. സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ ഷിഫ്റ്റിലില്ലായിരുന്നു. റോങ് നമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതും വളരെ ഡ്യൂബിൾ ആയിട്ടുള്ള റോങ് നമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ DIs എന്ന് പറയുമ്പോൾ ഒരു പൈ ചാർട്ട് DIയും ഒരു ബാർ ഗ്രാഫ് DIയും ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാർ ഗ്രാഫിൽ എനിക്ക് വാല്യൂസ് എല്ലാം ഡീകോഡ് ചെയ്യാൻ പറ്റിയിരുന്നു. ബട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ചൊരു ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നി. സോ DIയിൽ ഒരു 2 to 3 DIs ആണ് ഞാൻ ഡീകോഡ് ചെയ്തെങ്കിലും ആൻസർ ചെയ്തുള്ളായിരുന്നു ബാർ ഗ്രാഫിൽ. ദെൻ പൈ ചാർട്ട് ആണെങ്കിലും പൈ ചാർട്ട് ഡീകോഡ് ചെയ്തു. ബട്ട് എനിക്ക് ആ എങ്ങനെയാണ് ഡിയുടെ ഒരു 4x% എന്നിട്ടുണ്ടായിരുന്നു. സോൾഡ് ആൻഡ് അൺസോൾഡ് വെച്ചിട്ട് മാനുഫാക്ചർ, അങ്ങനെ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ളൊരു പൈ ചാർട്ടായിരുന്നു. ദെൻ അതിൽ ആ ഒരു എങ്ങനെയാണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതെന്തോ ആ ഒരു ടൈമിൽ ആ ഒരു ആങ്സൈറ്റി കൊണ്ടായിരിക്കാം എനിക്ക് കിട്ടാഞ്ഞത്. സോ അതിലും ഞാനൊരു 2 to 3 ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു ആ പൈ ചാർട്ടിലും ചെയ്തിരുന്നത്. 2 DIസും ഞാൻ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. കുറച്ച് വെച്ചാണ് ക്വസ്റ്റ്യൻസ് ചെയ്തത്. ദെൻ ഒരു കേസ്ലെറ്റ് ഉണ്ടായിരുന്നു. കേസ്ലെറ്റും എനിക്ക് മൊത്തം ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു വാല്യൂ ഡീകോഡ് ചെയ്തപ്പോൾ എൻ്റെ ടൈം പോയിരുന്നു. ദെൻ അതിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ട് പറയാനുണ്ടായിരുന്നത് അരിത്തമെറ്റിക് പാർട്ടായിരുന്നു. അരിത്തമെറ്റിക് 1 ലൈനർ അരിത്തമെറ്റിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ ബോട്ട് ആൻഡ് സ്ട്രീം ഉണ്ടായിരുന്നു. ട്രെയിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഏതാണ് മിൽക്ക് വാട്ടർ, ആ ഒരു ബേസ്ഡ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓവറോൾ എക്സാം എന്ന് പറയുന്നത് DI ഒക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയവർക്ക് ഒരു ഈസി ലെവലായിരിക്കും. ദെൻ എന്നെ സംബന്ധിച്ച് ഒരു ഈസി ടു മോഡറേറ്റ് ആണെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് 14 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അരിത്തമെറ്റിക്കിൽ നിന്ന്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ആണ് റീസണിങ്. റീസണിങ് ഈസി ടോപ്പിക്കായിരുന്നു. ഓക്കെ, റീസണിങ് എനിക്ക് വളരെ ഡ്യൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തോന്നിയത്. ബട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും കുറച്ച് സ്റ്റക്കായി പോയി, ചെയ്യാൻ പസിൽസ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ബട്ട് അപ്പോൺ ഗോഡ്സ് ഗ്രേസ് എനിക്ക് ഓക്കെ ആയിരുന്നു റീസണിങ്. റീസണിങ്ങിൽ ഐ തിങ്ക് ഒരു 20 to 25 പസിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് തോന്നുന്നത്. മിസലേനിയസ് വളരെ കുറവായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് സിലോജിസംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ വേർഡ് റീഅറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു നമ്പർ ബേസ് ചെയ്തിട്ടുള്ള മിസലേനിയസ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ഒരു ഹൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഒരു നോർത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് ഒരു ഐ തിങ്ക് ഒരു 9 പീപ്പിളിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എമറാൾഡ്, അതുപോലെ റൂബി, അങ്ങനെയുള്ള ഡയമണ്ട്, അങ്ങനെയുള്ള ഒരു PQRS എന്ന് പറഞ്ഞിട്ട് എമറാൾഡ്, റൂബി, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഇൻസൈഡ് ഔട്ട്സൈഡ് ഫേസ് ചെയ്യുന്നൊരു സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഒരു 10 പേരുടെ ഒരു ഫ്ലോർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓവറോൾ എനിക്ക് റീസണിങ് ഈസി ആയിരുന്നു. റീസണിങ് ഐ തിങ്ക് ഒരു ക്ലർക്ക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ 13 അറ്റംപ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു 13 കറക്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എൻ്റെ ഓവറോൾ അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ 24, ക്വാൻസ് 14 ആൻഡ് റീസണിങ് 30. സോ ഓവറോൾ 82 ആണ് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇംഗ്ലീഷിൽ എനിക്കിപ്പോൾ തന്നെ നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ബാക്കി ഷിഫ്റ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഐ ഡോണ്ട് നോ ഇതൊരു PO പ്രിലിംസ് ലെവൽ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ മോക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി ഷിഫ്റ്റ്സിലൊക്കെ ഇംഗ്ലീഷൊക്കെ ഒരു മോഡറേറ്റ് ലെവലാണ് എന്നാണ് പറഞ്ഞ് കേട്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അറ്റംപ്റ്റ്സും അതുപോലെ തന്നെ എക്സാം റിവ്യൂവും താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.